ഈ കാണുന്ന ഈ പരിപാടി കണ്ടത് ഈ മൂക്കിനകത്ത രോമം ഒരുപാട് പെൺപിള്ളാരെ എടുത്ത് സിജോ എടുത്തു വെച്ചിട്ടുള്ള പരിപാടി. ഹായ് ഹലോ. അപ്പൊ ഇന്ന് രാവിലെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നല്ലൊരു അടിയാണ്. അടി എന്ന് വെച്ചാൽ നല്ലൊരു വാക്ക് തർക്കം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സീരിയസ് ആണ് സംഭവം, കുറച്ച് സീരിയസ് ആണ്. ഇന്നലെ നമ്മളെ ജിൻഡോയും സിജോയും തമ്മിലുള്ള അടിയുടെ ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള പേരിലൊക്കെ ഒരു അടി നടന്നുല്ലോ, ചെറിയൊരു ഫൈറ്റ് നടന്നു. ആ ഫൈറ്റിന്റെ പേരിൽ സിജോനെ അവിടുന്ന് പുറത്താക്കണം, സിജോ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ജിൻഡോ പുറത്തായിരുന്നു കടന്നിരുന്നത്. പക്ഷെ അപ്പൊ സിജോ പോയി സോറി പറയേ വരൂ എന്ന് പറയേ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ജിൻഡോ അവിടെ തന്നെ കിടന്നുറങ്ങി. ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്ക് രാവിലെ പാട്ട് വന്നപ്പോഴൊക്കെ എല്ലാവരും ഡാൻസ് ചെയ്തപ്പോഴും ജിൻഡോ അവിടെ തന്നെ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോ അത് കഴിഞ്ഞ് കുറെ പ്രാവശ്യം പട്ടി ഉരച്ചു. പക്ഷെ ജിൻഡോ എണീറ്റില്ല. അതില് സിജോനോട് നമ്മളെ സുരേഷും മറ്റവരൊക്കെ പറയുന്നത് നീ ഒന്ന് പോയി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ സിജോ ആണെങ്കിൽ സംസാരിക്കാൻ പോയിട്ടെന്നാ പോട്ടെ ചേട്ടാ സോറി എന്നൊന്നും പറഞ്ഞിട്ട് വരിക അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തില്ല. സിജോ പോയി സംസാരിച്ചു. ആ സംസാരം കുറച്ചുകൂടി വഷളാവുക ചെയ്തത്. സിജോ കുറെ എന്താ പറയാ കുറെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, നിങ്ങളൊരു പൊങ്ക തടിയാണ്, നിങ്ങളൊരു വെറും ഒരു മാംസപിണ്ഡമാണ് എന്നൊക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞു എന്റെ കൈ ഭയങ്കരമായിട്ട് വേദനിച്ചു, എന്റെ കൈ അങ്ങനെയാ ഇങ്ങനെയാ, അത് കുറച്ച് കൂട്ടി പറയായിരിക്കും. പക്ഷെ അപ്പൊ സിജോ പറഞ്ഞു അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ബോഡിക്ക് വെറും ഒരു പൊങ്കുതടിയാണോ അതോ നിങ്ങളൊരു മാംസപിണ്ഡമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അയാൾക്കത് ഭയങ്കരമായിട്ട് ഇൻസൾട്ടഡ് ആയിട്ടോ. ഇൻസൾട്ടഡ് ആയിച്ച അയാൾ അവിടെ ഇന്ന് എണീക്കണില്ല, അപ്പോഴും അവിടെ തന്നെ ഇരിക്കാണ്. ഇവര് രണ്ടുപേരും വായനും ഭയങ്കര മോശം കാര്യങ്ങളാണ് വരുന്നത്. ഈ അപ്പി അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. വെറും എന്താ പറയാ ഒരുമാതിരി നമുക്ക് ഇങ്ങനെ തോന്നില്ലേ, അങ്ങനത്തെ സംസാരമാണ് രാവിലെ സംസാരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു ബുദ്ധി ഇല്ലാതെ തോന്നുന്നു ജിൻഡോയ്ക്ക്. ജിൻഡോന്റെ വായിൽ നിന്ന് ഒരു കാര്യം വന്നു, നീ ഇവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ എന്താണ് ആ പറഞ്ഞ വാക്ക് എന്നുള്ളത് കേട്ടില്ല, മ്യൂട്ടല്ലേ. അപ്പൊ എനിക്കത് ഗസ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല. നീ ഇവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ അത് അങ്ങനെ എന്തോ ആണ്, നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പക്ഷെ ജിൻഡോ പറയണു ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, നീ ഇവിടുത്തെ പെണ്ണുങ്ങളെ കൂട്ടുപിടിച്ചിരിക്കുകയാണെന്നാണ് ഉദ്ദേശിച്ചത് പറയണു. സിജോ അതിൽ പിടിച്ചു കയറി ഞാൻ ഏത് പെണ്ണുങ്ങളെയാണ് ഇങ്ങനെ കൂട്ടുപിടിച്ചതെന്നല്ല അത് എന്തെന്നുള്ളത് ചോദിച്ചു. അത് പറയാണ്ട് നീ ഇവിടുന്ന് എണീക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഫൈറ്റ്. അതിൽ സ്ത്രീകളൊക്കെ ഇടപെട്ടു. അവർക്കൊക്കെ ഇപ്പൊ ജിൻഡോനെ അവിടുന്ന് പുറത്താക്കണം. ജിൻഡോക്ക് ആണെങ്കിൽ സംസാരിച്ച് നിൽക്കാനുള്ള കഴിവില്ല, ഒന്നുമില്ല. ജിൻഡോക്ക് ഇന്നലെ ബിഗ് ബോസ് ഒരു ഭയങ്കര വാർണിംഗ് കൊടുത്തതാ. ആ വാർണിംഗ് കിട്ടിയ സ്ഥിതിക്ക് ജിൻഡോ ഒന്നും കൂടി ശ്രദ്ധിക്കണമായിരുന്നു സംസാരം. ജിൻഡോ തീരെ ശ്രദ്ധിക്കില്ല. ജിൻഡോക്ക് അത് അറിയില്ല. ജിൻഡോന്റെ പൊട്ടത്തനാണോ ജിൻഡോന്റെ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണോ എന്നുള്ളതും അറിയില്ല. എന്തായാലും ജിൻഡോ പെട്ടിരിക്കുന്നു. എല്ലാവരും തിരിഞ്ഞിട്ടുണ്ട്, എല്ലാ സ്ത്രീകളും. ശ്രീരേഖയ്ക്ക് അതൊരു ഭയങ്കര സംഭവമാക്കിയിട്ടാ പറയണേ. നോറ അതിൽ കയറി സ്ക്രീൻ സ്പേസ് ഇട്ട പോലെ അത് സംസാരിച്ച് ഭയങ്കര ഇഷ്യൂ ആക്കി. ഇത് ചെറിയ കുട്ടികൾ കാണുന്ന പരിപാടിയാണ്, ഇതാണ് നിങ്ങൾ എന്തായി സംസാരിക്കണം എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഇഷ്യൂ ആക്കി. ക്യാപ്റ്റന് പിന്നെ വലിയ റോളൊന്നും ഇല്ല കേട്ടോ. അർജുനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ ക്യാരക്ടറൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ അർജുൻ ഇതിലൊക്കെ ഇടപെടായിരുന്നു തോന്നി. അർജുൻ ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ് ഇപ്പൊ. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. അപ്പൊ എല്ലാവരും കൂടി ഇപ്പൊ ജിൻഡോക്ക് നേരെ തിരിഞ്ഞു. ജിൻഡോ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് സ്ത്രീകളെല്ലാവരും ഒറ്റക്കെട്ടായി. ജാസ്മിനും റസ്മിനും ഒന്നും ഞങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നു. ബാക്കി എല്ലാവരും ബിഗ് ബോസിനോട് മൈക്കിൽ പോയി പറഞ്ഞു. അത് ശ്രീത്തു ആണെങ്കിൽ ജിൻഡോനോട് സംസാരിച്ചിട്ട് എന്താ ചേട്ടാ നിങ്ങൾ എന്താ പറഞ്ഞത്, നിങ്ങൾ ആരെയാ പറഞ്ഞേ ചോദിച്ചപ്പോ ജിൻഡോ അപ്പോഴും ഒരു പൊട്ടത്തരം പറഞ്ഞു. ജിൻഡോ പറഞ്ഞു അതിൽ നീയും ഉണ്ടായിരുന്നു, പിന്നെ പറയണോ. അപ്പൊ വീണ്ടും ജിൻഡോക്ക് എന്താ പറയാ ആകെപ്പാടെ ദേഷ്യം പിന്നെ എന്തൊക്കെയോ ആയി. ജിൻഡോന്റെ നേരെ എല്ലാവരും തിരിഞ്ഞു. ഇപ്പൊ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജിൻഡോ ഒരു എന്താ പറയാ ബിഗ് ബോസിനോട് പറഞ്ഞ് ജിൻഡോനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു എല്ലാവരുടെയും പരിപാടി. സിജോ ആണെങ്കിലോ എന്താ പറയാ ഇങ്ങനെ സ്വയമായിട്ട് വലിയ സംഭവങ്ങൾ പറഞ്ഞ് നിൽക്കുക. സിജോ കഴിഞ്ഞ സീസണിൽ ആരെയൊക്കെയാണ് അനുകരിക്കണതെന്ന് അറിയില്ല. ഭയങ്കര ഒരു എന്താ പറയാ എന്നാ പോട്ടെ അത് അങ്ങനത്തെ ഒരു ഭാവമില്ല കേട്ടോ സിജോക്ക്. സിജോ ഭയങ്കര ആ ഒരു രീതിയിലാണ് ഫുൾ സംസാരിക്കുന്നത്. എന്തായാലും ഇപ്പൊ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അറിയാം, നോക്കാം. ചിലപ്പോൾ ബിഗ് ബോസ് വിളിക്കുമായിരിക്കും. ഇപ്പൊ അവിടെ മോർണിംഗ് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് ടാസ്കിൽ അൻസിബ, സിജോ, പിന്നെ വേറൊരാളും കൂടി ഉണ്ട്. അത് ആരാണ് എനിക്ക് ഓർമ്മ കിട്ടില്ല. ഇവരുടെയൊക്കെ സ്റ്റോറി പറയാണ്. അപ്പൊ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ജിൻഡോനെ ഇനി ബിഗ് ബോസ് വിളിക്കുവോ, ജിൻഡോന് ഇനി വാർണിംഗ് കിട്ടണോ അതോ ഇനി പുറത്താക്കുമോ എന്നൊന്നും അറിയില്ല. കാരണം അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞ് സ്ത്രീകൾ എല്ലാവരും അത് ഭയങ്കര സീരിയസ് ഇഷ്യൂ ആക്കി മാറ്റിയിരിക്കുന്നു.